ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഹുവാവേ പ്രൊഡക്ട്സിനെ അമേരിക്കൻ വാണിജ്യ വകുപ്പ് ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്നൊരു ന്യൂസ്. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയൊരു കാര്യം ഗൂഗിൾ തുടങ്ങിയിട്ടുള്ള മുൻനിര കമ്പനികൾ ഇങ്ങനെയൊരു കാര്യത്തെ തുടർന്ന് ഗൂഗിൾ തുടങ്ങിയിട്ടുള്ള മുൻനിര കമ്പനികൾ ഹുവാവേയുമായിട്ടുള്ള ഇടപാടുകളൊക്കെ നിർത്തിവെച്ചു എന്ന ന്യൂസും വരികയുണ്ടായി. ഹുവാവേ സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിച്ചു വന്നത് ആൻഡ്രോയിഡ് OS ആയതിനാൽ ഹുവാവേ യൂസേഴ്സിന് ഒരു വൻ തിരിച്ചടിയാണ് ഇതുമൂലം നേരിടേണ്ടി വന്നത്. ഗൂഗിൾ ഹുവാവേയുമായിട്ടുള്ള ഇടപാടുകളൊക്കെ നിർത്തലാക്കിയതിനെ തുടർന്ന് ഹുവാവേ ടെക്നോളജീസ് അവരുടെ സ്വന്തം OS ആയ ആർക്ക് OS അവരുടെ പുതിയ ഫോണുകളിൽ ഇറക്കും എന്നുള്ള ന്യൂസും കേട്ടുവന്നിരുന്നു. എന്നാൽ സ്വന്തമായി OS നിർമ്മിച്ചതുകൊണ്ട് മാത്രം ഹുവാവേ എന്ന കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നില്ല. കാരണം മറ്റ് വിവിധ ചിപ്പ് നിർമ്മാണ കമ്പനികളും ഹുവാവേയുമായിട്ടുള്ള ഒരു ഇടപാടുകൾ നിർത്തലാക്കുകയും ചെയ്തിരുന്നു. അതുപോലെ ലോകത്തെ വിവിധ കമ്പനികൾക്ക് പ്രൊഡക്റ്റുകൾ നിർമ്മിച്ചു നൽകുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചൈനീസ് കമ്പനികളിൽ ഒന്നായ ഫോക്സ്കോൺ ഹുവാവേക്ക് പ്രൊഡക്റ്റുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന പല യൂണിറ്റുകളിലെയും പ്രവർത്തനം നിർത്തലാക്കുകയും ചെയ്തു. ഐഫോൺ, പ്ലേ സ്റ്റേഷൻ അടക്കം പല ഉപകരണങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ഫോക്സ്കോൺ ആണ്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്ന ന്യൂസ് പേപ്പറിലാണ് ഫോക്സ്കോണിന്റെ നിർമ്മാണശാലകളിൽ പ്രവർത്തനം നിർത്തിവെക്കുന്നു എന്ന ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. ഹുവാവേയുടെ പുതിയ ഇറങ്ങാനിരിക്കുന്ന ഫോണുകൾക്കുള്ള ഓർഡറിന്റെ എണ്ണം കുറച്ചതിനാലാണ് പല യൂണിറ്റുകളും ക്ലോസ് ചെയ്യേണ്ടി വന്നത്. ചൈനീസ് ടെക്നോളജിയായ ഹുവാവേക്ക് അമേരിക്കയുടെ നിരോധനം വലിയ തിരിച്ചടിയാണ് നൽകിയത്. ചിപ്പ് മാനുഫാക്ചേഴ്സായ ഇന്റലും കോൾകോമും അടക്കമുള്ള പല കമ്പനികളും ഹുവാവേയുമായിട്ടുള്ള കരാറുകൾ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹുവാവേ സ്വന്തമായി നിർമ്മിച്ച ആർക്ക് OS കൊണ്ട് മാത്രം ഹുവാവേ എന്ന കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെന്നില്ല. കാരണം സാംസങ്ങും മൈക്രോസോഫ്റ്റ് തുടങ്ങിയ മുൻനിര കമ്പനികളൊക്കെ ഇതുപോലെ സ്വന്തമായി OS പരീക്ഷിക്കുകയും അത് പരാജയപ്പെടുകയുമാണ് ചെയ്തത്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മികച്ചതാവാൻ ഒരുപാട് വർഷമെടുക്കും എന്നതും ഒരു കാര്യമാണ്. അതുപോലെ ആപ്പ് നിർമ്മാതാക്കൾ പുതിയ OSുമായി സഹകരിക്കും എന്നതിനും ഉറപ്പുണ്ടാവില്ല. കൂടാതെ ഹാർഡ്വെയർ നിർമ്മാതാക്കൾ സഹകരിക്കാത്തതൊക്കെ ഹുവാവേ ടെക്നോളജീസിനെ സാരമായി ബാധിച്ച് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം ചൈനയിൽ നിർമ്മിച്ച് ഇറക്കിയാൽ തന്നെ അത് ഏതെല്ലാം കമ്പനികളിൽ സ്വീകാര്യമായിരിക്കും എന്ന കാര്യത്തിലും സംശയമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ടെക് ന്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മീ ഷോണ. ബൈ.